കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിട്ട് കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. ശാസ്താംകോട്ട കോടതി കഴിഞ്ഞ ദിവസം പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. പ്രതികളായ അജ്മലിനെയും ശ്രീകുട്ടിയെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. പ്രതികളെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ നൽകണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എസ് വിനീഷ് ചേരുന്ന വിവരങ്ങളുമായി. വിനീഷ്, ഈ തെളിവെടുപ്പാണ് ഇനി പ്രധാനം. കസ്റ്റഡി അപേക്ഷയിൽ ഒരു അനുകൂല സാഹചര്യം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലല്ലേ അന്വേഷണ സംഘം? തീർച്ചയായും എന്തോ കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിട്ട് കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള പോലീസിന്റെ അപേക്ഷയിൽ ഇന്ന് വാദം കേൾക്കും. പ്രതികളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. രണ്ടാം പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടി കഴിഞ്ഞ ദിവസം ജാമ്യത്തിന് ശ്രമിച്ചുവെങ്കിലും കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശാസ്താംകോട്ട കോടതിയാണ് ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ തള്ളിയത്. പ്രതികളെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ നൽകണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നാം പ്രതി അജ്മലിനെയും രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയെയും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് നീക്കം. പ്രതികളുടെ രക്തസാമ്പിളുകൾ നേരത്തെ തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു. മനഃപൂർവ്വമുള്ള നരഹത്യയാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. അജ്മലിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ഒക്കെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും നമുക്കറിയാൻ കഴിയുന്നത്. വിനീഷ്, ഒരു കാര്യം കൂടി, ഈ അവിടെ കൂടുതൽ കാര്യങ്ങൾ ഈ ഡോക്ടർ ശ്രീകുട്ടി ആരോപിക്കുന്നുണ്ടായിരുന്നു. ശ്രീകുട്ടിയും ഒരുപക്ഷെ ഈ 2 പ്രതികളും ഇപ്പോൾ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന സാഹചര്യം കൂടിയാണല്ലോ. അപ്പോൾ അതും ഈ അന്വേഷണത്തിന്റെ പരിധിയിലുണ്ടോ? ശ്രീകുട്ടി ഉന്നയിച്ച പരാതികളിലുമൊക്കെ തീർച്ചയായും എൽദോ, അത്തരത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണങ്ങൾ ഇനിയാകും നടത്തുക. കാരണം ശ്രീകുട്ടിയുടെ അമ്മ അടക്കം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ഈ ശ്രീകുട്ടിയെ അജ്മൽ കുടുക്കിയതാണെന്നും മകളുടെ കയ്യിൽ നിന്നും കുറെ പണം കൈക്കലാക്കിയിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചൊരു സാഹചര്യമുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ആയിരിക്കും ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കുക. എൽദോ, റൈറ്റ്. എന്നാലും എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.